ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇസ്രയേലിൻ്റെ പ്രതികരണം? എന്താണ് ആ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിലും ലോകമെമ്പാടും തന്നെ നോക്കിയാൽ പിമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റർ തിങ് അല്ലെങ്കിൽ വലിയ കാര്യം? എങ്ങനെയാണ് അതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത്? അതൊക്കെയാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്നലെ രാത്രി, അതായത് ചൊവ്വാഴ്ച രാത്രി, ഇറാൻ 181 മിസൈലുകൾ അടങ്ങുന്ന ഒരു ബറാജ് ഓഫ് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൻ്റെ നേരെ ഫയർ ചെയ്യുകയുണ്ടായി. ഇസ്രയേലിൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് എല്ലാം അതിൽ മിക്കതിനെയെല്ലാം വെടിവെച്ചിട്ടു. ചില ബാലിസ്റ്റിക് മിസൈൽ, ഇറാൻ അയച്ച ചില ബാലിസ്റ്റിക് മിസൈലുകൾ തുറസായ സ്ഥലങ്ങളിൽ വീണു. ആരെങ്കിലും മരിച്ചോ? ഗാസയിൽ നിന്നുള്ള ഒരു പലസ്തീനി പുരുഷൻ, അദ്ദേഹം ആ സമയത്ത് ജെറിക്കോയിലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിനാണ് ആ മരണം സംഭവിച്ചത്. ബൈ ദ വേ, ഇതെല്ലാം പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും ഇൻഫർമേഷൻ എല്ലാം തന്നെ എനിക്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തതും കൊണ്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റെഗുലറായി ഫോളോ ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾ അത് കണ്ടു കാണും. ഇല്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും. അപ്പോൾ ചില മിസൈലുകൾ, ഇറാൻ അയച്ച ചില മിസൈലുകളൊന്നും പൊട്ടിത്തെറിച്ചതുപോലുമില്ല. നിങ്ങൾക്കതെല്ലാം ആ ടെലഗ്രാമിലെ പിക്ചേഴ്സ് നോക്കിയാൽ കാണാം. ഇറാൻ എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറല്ലയുടെയും ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയുടെയും പിന്നെ ചില ഇറാനിയൻ ജനറൽസിനെയും ഒക്കെ ഇസ്രായേൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഇല്ലാതാക്കിയല്ലോ. അപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ഇറാൻ ഈ മിസൈലുകൾ അയച്ചതെന്നാണ് ഇറാൻ പറഞ്ഞത്. എന്തായാലും ഇതിന് ശേഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഇറാൻ ഒരു ബിഗ് മിസ്റ്റേക്ക്, വലിയ തെറ്റാണ് ചെയ്തത്, അവർ അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന്. ഇറാൻ്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് അവർ മാറ്റിയിരിക്കുക. കാരണം അവർക്കറിയാം ഇസ്രായേൽ വരുന്നുണ്ട്. IDF സ്പോക്സ്മാൻ ഹഗാരി പറഞ്ഞത് ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിലുടനീളം എവിടെ വേണമെങ്കിലും അടിക്കുവാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ധ്വനി ക്ലിയർ ആയിട്ടുണ്ട്. സോ സിറ്റുവേഷൻ വളരെ ടെൻസായി നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ തീരുമാനം ഇപ്പോൾ ഇസ്രായേൽ തിരഞ്ഞെടുക്കുന്ന ഒരു സമയത്തായിരിക്കും ഇറാൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ ആ തിരിച്ചടി വരാൻ പോകുന്നു. ഇസ്രായേലിന് വേണമെങ്കിൽ ഇറാൻ്റെ ആ ഓയിൽ ഫെസിലിറ്റികളെയൊക്കെ ടാർഗറ്റ് ചെയ്യാം. കാരണം അതാണല്ലോ ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം. അല്ലെങ്കിൽ അവരുടെ എയർ ഡിഫൻസ് സൈറ്റുകളോ, അല്ലെങ്കിൽ ഈ ഹസൻ നസറല്ലയെ തീർത്തതുപോലെയുള്ള അപ്രകാരം പോലെയുള്ളൊരു ഓപ്പറേഷൻ വേണമെങ്കിൽ ഇറാനകത്തും അവരുടെ ചില വ്യക്തികളെ ഇല്ലാതാക്കുന്ന ഓപ്പറേഷൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇസ്രായേലിന് ചെയ്യാം. എന്തായാലും അതിനും ഇറാൻ പിന്നെയും പ്രതികരിച്ചാൽ അല്ലെങ്കിൽ റിറ്റാലിയേറ്റ് ചെയ്താൽ ഇസ്രായേലിന് വേണമെങ്കിൽ ഇറാൻ്റെ ആണവ സൈറ്റിന് നേരെ തന്നെ ആക്രമണം ലോഞ്ച് ചെയ്യാം. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് കട്ടിങ് ഓഫ് ദ ആംസ് ഓഫ് ദി ഒക്ടോപ്പസ്. ഒരു നീരാളിയുടെ പല കാലുകളെ ഒന്നൊന്നായി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ്റെ ഭരണകൂടമാണ് ആ നീരാളിയുടെ തല. അതങ്ങ് ഇറാനിലാണ്, ടെഹ്റാനിൽ. പക്ഷേ ആ ഭരണകൂടത്തിൻ്റെ വിവിധ കാലുകളെന്ന് പറയുന്നതാണ് അവരുടെ ഈ പ്രോക്സികൾ, പകരക്കാർ. അതായത് ഹമാസ് ആയാലും ഹെസ്ബുള്ള, ഹൂതികൾ, പിന്നെ സിറിയയിലും ഇറാഖിലുമൊക്കെയുള്ള ഇറാനിയൻ മിലിഷ്യ. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തു വരുന്നത് ഓരോ പ്രോക്സിയും ഒന്നൊന്നായി തീർത്ത് വരികയാണ്. അങ്ങനെ ഇറാൻ്റെ ആ ഭീകരതയെ സ്പ്രെഡ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ ആ പ്രദേശത്ത് നിന്ന് പെതുക്കെ തുടച്ചു മാറ്റുക. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തനം 83 ആ പ്രവചനത്തിൻ്റെ ഒരു നിവർത്തീകരണമായി തോന്നില്ലേ? ബൈ ദ വേ, ആ ഒരു സ്റ്റഡി നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ മിഡിൽ ഈസ്റ്റിലെ സംഭവമായി ചിന്തിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ്. അതിപ്പോൾ നിവൃത്തീകരിക്കപ്പെടുകയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ സ്റ്റഡി നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇറാൻ വളരെ ഫാസ്റ്റായി ഒരു ആണവ ശക്തിയാകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാളുകളായിട്ട്. കാരണം അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ കംപ്ലീറ്റായിട്ട് ഇല്ലാതാക്കണം. കാരണം ഇറാൻ്റെ ആ പൈശാചികമായിട്ടുള്ള ഐഡിയോളജി തന്നെ അതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ പൈശാചികമായിട്ടുള്ള ഐഡിയോളജിയാണ്, അല്ലാതെ ഇറാനിലെ ജനതയല്ല. കാരണം നമുക്കറിയാം ഇറാനിയൻസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻസ് ആണ്, അവർ അറബ്സ് അല്ല.
അവർക്ക് ബൈബിളിൽ നമ്മൾ നോക്കിയാൽ തന്നെ അവർക്ക് യഹൂദരുമായിട്ട് നല്ല ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമായിരുന്നു കാലാകാലങ്ങളോളം. എന്തായാലും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ലൈഫ് മിഷൻ തന്നെയാണ് ഇറാൻ ഒരിക്കലും ഒരു ആണവശക്തിയാകുവാൻ പാടില്ല. നെതന്യാഹു ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറാനിലുള്ള സാധാരണ ആളുകൾക്ക് പോലും ഒരു മെസ്സേജ് കൈമാറിയപ്പോൾ നെതന്യാഹു പറഞ്ഞു, ഇസ്രയേലിലെ യുദ്ധം ആ ഇറാനിയൻ ജനതയ്ക്കെതിരെ അല്ല, പ്രത്യുത ഇറാനിലെ ആ പൈശാചികമായിട്ടുള്ള ഭരണകൂടത്തിനെതിരെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണം, ഈ പൈശാചിക ഭരണകൂടത്തിൻ്റെ കീഴിൽ നിന്നുള്ള അവരുടെ ആ ഈവിൽ ക്ലച്ചസിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം. അവിടുത്തെ സാധാരണ ജനത്തിന്, അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം സ്വാതന്ത്ര്യം വേണമെന്ന്. ഇതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും റൈറ്റ് നൗ നിങ്ങൾക്കറിയാം, ഇസ്രയേൽ തെക്ക് ലെബനോനിൽ അവരുടെ ഗ്രൗണ്ട് ഓപ്പറേഷനും തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഇനി ശേഷിക്കുന്ന ഹെസ്ബുള്ളയുടെ ടാർഗറ്റുകളെയും അതുപോലെ അവരുടെ ആംസ് സ്റ്റോക്ക് പൈലുകൾ, അവരുടെ മിസൈലുകളും മറ്റ് അമ്യൂണിഷനെയും എല്ലാം തന്നെ അവിടെ ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ IDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു കഴിഞ്ഞ ആഴ്ച ഐക്യരാഷ്ട്ര സംഘടനയിൽ സംസാരിച്ചപ്പോൾ തന്നെ താൻ പറഞ്ഞു, UN റെസല്യൂഷൻ 1701 2006 UN പ്രഖ്യാപിച്ചതാണ് നടപ്പാക്കണമെന്ന്. അതിതുവരെ ഹെസ്ബുള്ളയോ അല്ലെ മറ്റൊരു രാജ്യങ്ങളും ആ പ്രദേശത്ത് നടപ്പാക്കുവാൻ ഉത്സാഹിച്ചിട്ടില്ല. കാരണം ബാക്കി എല്ലാവരും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്നത് ഇസ്രായേൽ മാത്രമല്ലേ. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞു അവർ ഇനി അത് നടപ്പാക്കുവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലെബനോനിലുള്ള ലിറ്റാനി റിവർ മുതൽ ഇസ്രയേലിൻ്റെ വടക്കൻ ബോർഡർ വരെയുള്ള ഭാഗത്ത്, അത്രയും പ്രദേശത്ത് ഹെസ്ബുള്ളയുടെ ഒരു സാന്നിധ്യവും കാണില്ല. അതൊരു ഡീമിലിറ്ററൈസ് സോൺ ആയിരിക്കും. എങ്കിൽ മാത്രമേ വടക്കൻ ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഇസ്രയേലികളെ തിരിച്ച് അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങി സുരക്ഷിതമായി താമസിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെയെല്ലാം ഇടയ്ക്കാണ് ഇന്നലെ വന്ന ഇസ്രയേലിനെതിരെ കടന്നു വന്ന ഇറാൻ്റെ ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. അപ്പോൾ ഇസ്രയേൽ ഇനി ഇറാനെ ശക്തമായി അടിക്കുമ്പോൾ, ഇറാൻ ഒരർത്ഥത്തിൽ അങ്ങ് ക്രിപ്പിൾഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് തകർന്നു കഴിയുമ്പോൾ, ആ സമയമായിരിക്കുമോ ഇറാൻ റഷ്യയുടെയും ടർക്കിയുടെയും ഒക്കെ സഹായം ചോദിച്ച് അവർ ഒരുമിച്ച് ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന നീക്കം വരുന്നത്? നിങ്ങൾ ബൈബിൾ പ്രവചനം പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം, യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ കാണുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോഗ് അധിനിവേശമല്ലേ ആ സംഭവം. നമുക്കറിയാം എങ്ങനെയാണ് ആ ഒരു അധിനിവേശത്തിൻ്റെയും അവസാനം എന്നുള്ളത്. സർവശക്തനായ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന സർവശക്തനായ സത്യദൈവം ഇസ്രയേലിന് വേണ്ടി അവിടെ ഇടപെടുകയും ആ കടന്നു വരുന്ന ശത്രുശക്തികളെ മുഴുവനുമായി ഇല്ലാതാക്കുന്നതാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. ബൈ ദ വേ, ആ ഒരു ടോപ്പിക്കിനെ പറ്റി, അതായത് യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ആരെല്ലാമാണ്, അതിൽ ആക്റ്റീവായി നിൽക്കുന്ന രാജ്യങ്ങൾ ആരാണ്, പാസീവായിട്ട് അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന, ഉദാഹരണത്തിന് അമേരിക്ക, UK, സൗദി അറേബ്യ എന്ന രാജ്യങ്ങൾ, അവയെല്ലാം നമ്മൾ ആ വേദഭാഗത്ത് കാണുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് MBS പോലും പറഞ്ഞു, തനിക്കിനിയും പലസ്തീൻ്റെ വിഷയത്തിൽ ഒരു താല്പര്യവുമില്ല. തൻ്റെ കൺസേൺ മുഴുവനും തൻ്റെ രാജ്യവും തൻ്റെ ആളുകളുടെ വെൽബീയിങ് മാത്രമാണ്. കണ്ടോ, അവർക്കും ഇപ്പം പലസ്തീൻ്റെ വിഷയം ഒരു വിഷയമേ അല്ല. എങ്ങനെയാണ് സൗദി അറേബ്യയും ആ യെഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ സമയത്ത് കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കുന്നതെന്നും ഇസ്രയേലിനൊപ്പമാണ് നിൽക്കുന്നത്, പക്ഷെ പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലായി നിൽക്കുന്നതുമെല്ലാം ഞാൻ ആ സന്ദേശത്തിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എന്താണ് സൗദി അറേബ്യയും ഷീബ, ദീദാൻ എന്നീ പ്രദേശങ്ങൾ, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ആ ഒരു ഭാഗങ്ങളുമായിട്ടുള്ള കണക്ഷൻ, അതെല്ലാം തന്നെ മറ്റൊരു സന്ദേശത്തിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാം ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും സംഘർഷവും ഉടനെ ഒന്നും തീരില്ല. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ആ ഒരു യുദ്ധം ഇപ്പോൾ ഒരു 2.5 വർഷമായി നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ റെഗുലറായി ടെലിഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന, പക്ഷേ മാധ്യമങ്ങളിലൊന്നും നമ്മളിപ്പോൾ അതിനെപ്പറ്റി അധികം കേൾക്കുന്നില്ല. എല്ലാവർക്കും ഇസ്രയേലാണ് പ്രശ്നം. കാരണം അങ്ങനെ തന്നെയാണ് ബൈബിളും പറയുന്നത്. അന്ത്യകാലത്ത് ഇസ്രയേലിനെയാണ് ഭാരമുള്ള കല്ലാക്കി ദൈവം വെച്ചിരിക്കുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇസ്രയേലിലെ പ്രശ്നമായിരിക്കും പ്രധാന പ്രശ്നമെന്നുള്ള രീതിയിൽ ലോകം കാണുന്നത്.
ഇസ്രയേൽ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിലായിട്ട് ഏകദേശം 1 വർഷമാകാറായി. ഏകദേശം 40 വർഷത്തിന് ശേഷം ഇപ്രകാരമായിട്ടുള്ളൊരു യുദ്ധത്തിൽ ഇസ്രയേൽ ആയിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. റഷ്യയുടെ ലീഡർ പുടിൻ പോലും ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു, 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു, ഇസ്രയേലിൻ്റെ സൈന്യത്തെ ലെബനോൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന്, ആ അതിർത്തിയിൽ നിന്ന് തന്നെ മാറ്റണമെന്ന്. കണ്ടോ റഷ്യയുടെ നിലപാടും കണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി അധികം നാൾ സമയമില്ല യെഹെസ്കേൽ 38 ആ ഒരു സംഭവം സംഭവിക്കുവാൻ. യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള ഉൽപ്രാവണ പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു. അതുകൊണ്ട് യേശുവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ അത്രയും കൂടെ ഉത്സാഹിക്കണം. അപ്പോൾ തന്നെ എപ്പോഴും പ്രാർത്ഥനയിൽ ഉത്സുകരായിരിക്കണം. ദൈവജനത്തിനു വേണ്ടി ഇസ്രയേലിനെ ഓർത്തും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കിതുവരെ ക്രിസ്തുവിനെ അറിയില്ലെങ്കിൽ, ക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമില്ല എങ്കിൽ, യേശു തന്നെ അവകാശപ്പെട്ടതല്ലേ, യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും. യേശുവിലൂടെ അല്ലാതെ ആരും പിതാവാം ദൈവത്തിങ്കിലേക്ക് എത്തുന്നില്ല, സ്വർഗത്തിൽ പോകുകയില്ല എന്ന് യേശു തന്നെ അവകാശപ്പെട്ടു. ഇപ്പോൾ ലോകമെമ്പാടും സംഭവിക്കുന്ന പല കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. സർവശക്തനായ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യദൈവം, ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ വചനം സത്യമാണ്. എന്തെല്ലാമാണോ അന്ത്യകാലങ്ങളിൽ നടക്കുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും പ്രത്യേകിച്ച് അതിൻ്റെ ആ സീക്വൻസിൽ തന്നെ നടന്നു വരിക, നിവൃത്തിയായിക്കൊണ്ട് തന്നെ ഇരിക്കുക. അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ റാപ്ചറിൽ മിസ് ചെയ്യപ്പെടാം. ഇനിയും അതിനുശേഷം വീണ്ടും അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് യേശുവിനെ പിന്നെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം നൽകപ്പെടില്ല. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ തീരുമാനം, യേശുവിനെ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആ തീരുമാനം ഇപ്പോഴാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്ലോസ് ചെയ്യുന്നതിന് ഞാൻ ആരോണിക് ബ്ലെസ്സിങ്ങുമായിട്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. യവാരഖക അഡോനായി വെയേഷ് മേരേഖ യായർ അഡോനായി പനാവ് എലേഖ വിഖുനെഖ ഈസ അഡോനായി പനാവ് എലേഖ വെയാസം ലെഖ ഷലോം. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. The Lord bless you and keep you. The Lord make his face shine upon you and be gracious to you. The Lord lift up his countenance upon you and give you peace. ദൈവമായ കർത്താവ് സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റഡ് ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും. ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ്. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് പോയിന്റഡ് ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജോയിൻ ചെയ്യുക. See you on Telegram. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.